ഹലോ, ഫോർ ദ മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഐറ്റം ഒരു 4 മണി പലഹാരമാണ്, മുട്ട ചമ്മന്തി. ആദ്യം മുട്ട പുഴുങ്ങി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് 4 ചുവന്നുള്ളി, 2 വലിയ പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി, ഉപ്പ്, കറിവേപ്പില, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒപ്പം 2 ടീസ്പൂൺ തേങ്ങാവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി നമ്മുടെ പുഴുങ്ങിയ മുട്ട 2ആയിട്ടോ 4ആയിട്ടോ മുറിച്ചെടുക്കുക. ഞാനിവിടെ 4ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. 2ആയിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ പലഹാരത്തിന് നല്ല ഷേപ്പ് കിട്ടും. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഭാഗം വരുന്ന ഭാഗത്ത് ഇതുപോലെ തേങ്ങ അരച്ചത് ഒപ്പി വെക്കുക. എല്ലാ കട്ട് ചെയ്ത മുട്ടയുടെയും മഞ്ഞ ഭാഗത്തിൻ്റെ മുകളിലായിട്ടാണ് തേങ്ങ അരപ്പ് വെക്കേണ്ടത്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള വേണം. 2 മുട്ട പൊട്ടിച്ച് വെള്ള മാത്രം എടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയുടെ കഷ്ണങ്ങളും ഇതുപോലെ വെള്ളയിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇടുക. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളയിലേക്ക് ഇതുപോലെ ഓരോ കഷ്ണങ്ങളും മുക്കി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീട്ടിൽ മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മുട്ട ചമ്മന്തി. എനിക്കും ഇങ്ങനെ ഒരു പലഹാരത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. വൈകിട്ട് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരമാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവൊക്കെ ചേർന്ന ഒരു പലഹാരം. അങ്ങനെ നമ്മുടെ മുട്ട ചമ്മന്തി പാകമായിരിക്കുന്നു. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഏതാണ്ട് ചുവന്ന കളർ വരുന്ന ടൈമിലാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മുഴുവൻ മുട്ടയും പാകമായിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. പറയാതിരിക്കാനൊക്കത്തില്ല, ഭയങ്കര ടേസ്റ്റ്. കാരണം ആകാംക്ഷയോടെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ടാണ് ഇത് ചെയ്തത്. മുട്ടയുടെ കൂടെ ചെറിയ എരിവും കൂടെ വരുന്നൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാനൊക്കാത്തതാണ്. അതുപോലെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കഴിക്കുന്ന ടൈമിൽ കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കഴിക്കാമെങ്കിൽ അടിപൊളിയാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണിത്. അതുപോലെ പക്ക ടേസ്റ്റും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി അമർത്തുക. എന്നിട്ട് ഓളൊന്ന് കൊടുക്കുക. നിങ്ങൾ തരുന്ന വലിയൊരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.